ഇനി നമുക്കൊരു അതിജീവന കഥയാണ്, ആരെയും പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥ. സാധാരണ അശ്വതി, നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ പിന്നീട് നമ്മൾ അവിടെ അങ്ങ് വീഴുകയാണ് പതിവ്. അതെ, ചിലർ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും, പക്ഷെ ചിലരുടെ ജീവിതം അത് അവിടെ കൊണ്ട് അവസാനിച്ചു പോകും. പക്ഷേ അത്തരക്കാർക്ക് വലിയൊരു പ്രചോദനമാകുന്ന കഥയാണ് ഇനി. പക്ഷാഘാതത്തെ തോൽപ്പിച്ച് ജീവിതം തിരിച്ചുപിടിച്ച കോഴിക്കോട് സ്വദേശിനിയായ സിന്ധു ശ്രീജിത്തിന്റെ അതിജീവന കഥ ആരെയും അമ്പരപ്പിക്കും. അച്ചമ്മ പകർന്നു നൽകിയ പാരമ്പര്യ രുചിക്കൂട്ടുകളെ ഒരു ബിസിനസ് സംരംഭമാക്കി മാറ്റിയ സിന്ധു ശ്രീജിത്ത് ഏവർക്കും മാതൃകയാണ്. കോവിഡ് കാലത്ത് അപ്രതീക്ഷിതമായി എത്തിയ പക്ഷാഘാതം സിന്ധുവിന്റെ ചലനങ്ങളെ നിശ്ചലമാക്കി. വലതുവശം തളർന്ന് സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട ആ ദിനങ്ങളിൽ സിന്ധുവിന് തുണയായത് കുടുംബത്തിന്റെ പിന്തുണയാണ്. പിന്നീട് ഫിസിയോതെറാപ്പിയും മറ്റ് ചികിത്സയിലൂടെയും ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നതിനിടയിലാണ് വയനാടൻ മഞ്ഞൾ എന്ന യൂട്യൂബ് ചാനൽ പിറവിയെടുക്കുന്നത്. അതോടെ സിന്ധുവിന്റെ ജീവിതം പാടെ മാറി. ഇപ്പോൾ പറയാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിലെത്തി പെട്ടത്. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോയൊരവസ്ഥയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. ഇതൊരു ബ്രോക്കോസ് അഫേസിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. സ്ട്രോക്ക് വരുന്ന ചില ആൾക്കാർക്ക് സംഭവിക്കുന്നതാണത്. അച്ചമ്മ പകർന്നു നൽകിയ പാരമ്പര്യ രുചിക്കൂട്ടുകൾ സിന്ധു ലോകത്തിന് പരിചയപ്പെടുത്തി. തന്റെ അതിജീവനത്തിന് മറ്റൊരു വഴി കൂടി തെളിയുകയാണെന്ന് സിന്ധു തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. നമ്മൾ എപ്പോഴും വിഷമിച്ചിരിപ്പോൾ മാത്രമല്ല, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ആക്റ്റീവ് ആവേണ്ടി വെച്ചിട്ടാണ് അതിൽ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും ആൾക്കാർ അതിൻ്റെ താഴെ ചോദിക്കും, ചേച്ചി ഏത് എണ്ണയാണ് മുടിയിൽ തേക്കണേ, ഈ എണ്ണ ഉണ്ടാക്കി തരുമോ, അങ്ങനെ. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ക്വാണ്ടിറ്റി ഈ എണ്ണ ഉണ്ടാക്കി ഇറക്കി അതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്, റിപ്പീറ്റ് ആയിട്ടുള്ള കസ്റ്റമറൊക്കെ ഉണ്ട്. നമ്മളിത് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ കൊറിയർ ചെയ്യുന്നുണ്ട്. രോഗം തളർത്തിയ കൈകൾ കൊണ്ട് സിന്ധു എണ്ണ കുപ്പികളിലാക്കി. ഇന്ന് സിന്ധുവിന്റെ ഈ അതിജീവനത്തിന്റെ എണ്ണ തേടി ആവശ്യക്കാർ ഏറെ എത്തുന്നു. പക്ഷാഘാതത്തെ മനോബലം കൊണ്ട് തോൽപ്പിച്ച സിന്ധു ഇന്ന് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് ചക്കിലാട്ടി വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, ആവണക്കെണ്ണ, പിന്നെ 20 ഫ്രഷ് ആയിട്ടുള്ള ഹെർബ്സാണ് ഇതിൽ ചേർക്കണത്. നമുക്ക് മുടിക്കുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഉള്ളൊരു സൊല്യൂഷനായിട്ട് വയനാട് മഞ്ഞൾ ഹെയർ ഓയിൽ ഉപയോഗിക്കാം. ഒരു 2 വയസ്സ് മുതൽ പ്രായമുള്ള ആൺപെൺ ഭേദമന്യേ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ജെൻസിനാണെങ്കിൽ മീശയിലും താടിയിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. സിന്ധുവിന്റെ മുഖം തന്നെയാണ് ഈ ഔഷധ വെളിച്ചെണ്ണയുടെ ലോഗോ. അതിജീവനത്തിന്റെ മുഖമല്ലാതെ വേറെന്ത് മുഖചിത്രമാണ് നമുക്കിതിന് നൽകാനാവുക? ജനം, കോഴിക്കോട്. രാഖി, എത്ര മനോഹരമായ ഒരു അതിജീവനത്തിന്റെ കഥയാണ്. ശരിക്കും നമുക്കും ഇതിൽ നിന്നും ഒത്തിരി പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സിന്ധു പറഞ്ഞതുപോലെ സിന്ധു ഒന്നേന്ന് തുടങ്ങുകയായിരുന്നു. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ആ വളർച്ച. പക്ഷേ ആ വളർച്ചയ്ക്ക് മധുരം കൂടുതലാണ് എന്നുള്ളതാണ്. ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അവിടെ നിന്ന് നമ്മൾ തുടങ്ങണമെന്നാണ് സിന്ധു പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് സിന്ധുവിന്റെ ആ മുടിയിഴകളാണ്. എനിക്ക് തോന്നുന്നു ആ ഹെയർ ഓയിൽ വലിയ യൂട്യൂബിൽ 1.14 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ മുടി അഴകിക്കുള്ളതെന്ന് വേണം പറയാൻ. അപ്പോൾ അച്ചമ്മ പകർന്നു നൽകിയ ആ ഒരു രുചിക്കൂട്ടല്ല ആ ഒരു അതെ ബിസിനസ് കൂട്ട് വിജയത്തിലേക്ക് ഇപ്പോൾ എത്തി. ഇപ്പോൾ ഒരു നല്ലൊരു വനിതാ സംരംഭകയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വിജയ കാഴ്ചയോടുകൂടി നമ്മുടെ പുത്തൻ പുലരി അവസാനിപ്പിക്കുക. 2 മണിക്കൂർ നീണ്ട വാർത്താ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്.